സൗകര്യം കുറവാണ്, വീതിയില്ല. അപ്പോൾ ആ സ്ഥലം അവിടെ കോൺക്രീറ്റ് ചെയ്താൽ ഓട്ടോറിക്ഷകൾക്കിടാം. പിന്നെ ഈ ഒരു 2 കറണ്ട് പോസ്റ്റുകൾ സ്ഥലം മാറ്റി സ്ഥാപിച്ചാൽ വാഹനങ്ങൾക്ക് സൗകര്യത്തിന് പോകാൻ പറ്റും. നാടിന്റെ പ്രധാന സംഗമസ്ഥാനമായ ആറളം പഞ്ചായത്തിലെ അത്തിക്കൽ ജംഗ്ഷനിൽ അപകടങ്ങൾ തുടർക്കഥയാവുകയാണ്. 4 ഭാഗത്തു നിന്നും റോഡുകൾ വന്നു ചേരുന്ന അതീവ തിരക്കുള്ള ഈ കവലയിൽ സുരക്ഷാ സംവിധാനങ്ങളുടെ അഭാവം നാട്ടുകാരെയും വാഹനയാത്രക്കാരെയും ഒരുപോലെ അലട്ടുകയാണ്. പാടത്തേക്ക് എപ്പോഴും റോഡ് എടൂര് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ട്രാഫിക്കുള്ള അത്തിക്കൽ ജംഗ്ഷനിലാണ്. 4 കൂടി ജംഗ്ഷനാണ് ഇവിടെ സീബ്ര ലൈൻ നേരത്തെ ഉണ്ടായിരുന്നു, ബസ് സ്റ്റോപ്പ് ഉണ്ട്, ഒക്കെ ഉണ്ട്. പക്ഷേ ആൾക്കാർ കിഴക്കോട്ട് നോക്കിയാൽ ഓടി അപ്പുറം കിടക്കുന്നത്. ആ സീബ്ര ലൈൻ കാണുന്നില്ല, സീബ്ര ലൈൻ ഇല്ല ഇവിടെ. പക്ഷേ വണ്ടിക്കാരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അതുകൊണ്ടെന്താണ് ഇവിടെ സീബ്ര ലൈൻ നേരത്തെ പല പ്രാവശ്യം കംപ്ലയിൻറ്റ് ചെയ്തു, ആയിട്ടില്ല. ഒരു സീബ്ര ലൈൻ ഇവിടെ അടിയന്തരമായിട്ട് മാർക്ക് ചെയ്യണം. രണ്ടാമത്തെ കാര്യം, എടവേൽ ജംഗ്ഷനിൽ കയറുന്ന റോഡിലേക്ക് ഒരു കൽവെട്ട് പില്ലറുണ്ട്. അറിയാത്ത ആൾക്കാർ വണ്ടി കൊണ്ട് ബാക്ക് സൈഡ് കൊണ്ട് പില്ലർ ഇടിക്കുകയാണ്. അതുകൊണ്ട് പില്ലർ കുറച്ചുകൂടി ബാക്കോട്ട് മാറ്റി സ്ഥാപിക്കുക, ഏർപ്പാട് ചെയ്യുക. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ. ട്രാഫിക് ഇവിടെ എപ്പോഴും അപകട മേഖലയാണ് ഇവിടെ. അടിയന്തരമായിട്ട് വെക്കണം. ബസ് സ്റ്റാൻഡും കുരിശുപള്ളിയും എല്ലാമുള്ള ഈ ജംഗ്ഷനിൽ നൂറുകണക്കിന് ആളുകളാണ് ദിനംപ്രതി എത്തുന്നത്. ഇവിടെയുണ്ടായിരുന്ന സീബ്ര ലൈനുകൾ മുഴുവനും മാഞ്ഞുപോയ നിലയിലായതിനാൽ കാൽനട യാത്രക്കാർക്കും വലിയ വെല്ലുവിളിയാകുന്നു. അത്തിക്കൽ ജംഗ്ഷൻ എന്ന് പറയുമ്പോൾ നൂറുകണക്കിന് വിദ്യാർത്ഥികളും അതുപോലെ തന്നെ കാലത്തെയും വൈകുന്നേരവും ജോലിക്കായി പോകുന്നവരും ഒക്കെ സമ്മേളിക്കുന്ന ഒരു സ്ഥലമാണ്. കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അപകടകരമായ ഒരു ജംഗ്ഷനാണിത്. കാരണം പിള്ളേർ വണ്ടി വരുന്നു, അങ്ങോട്ട് ഓടുന്നു, ഇങ്ങോട്ട് ഓടുന്നു, ആകപ്പാടെ അപകടകരമായ ഒരു സിറ്റുവേഷനാണ് ഇവിടെ കാണുന്നത്. അപ്പോൾ അതിനായിട്ടിപ്പം ഗോപിയേട്ടൻ പറഞ്ഞ കാര്യം സീബ്ര ക്രോസിംഗ് വേണം. അതുപോലെ തന്നെ കലുങ്ക്, അതൊരു വലിയൊരു അപകട സ്ഥിതിയിലുള്ളതാണ്. പുതുതായിട്ട് വരുന്ന ആൾക്കാർക്ക് അത് അത്ര ശ്രദ്ധിക്കുകയില്ല. വന്ന് ബൈക്കായിട്ടും മറ്റു വണ്ടികളായിട്ടും ഒക്കെ അടിച്ച് അപകടങ്ങൾ നിത്യേന ഉണ്ടാകുന്ന സ്ഥലമാണ്. ഇവിടെ ഓട്ടോറിക്ഷക്കാരുടെ ആണെങ്കിൽ ഒന്ന് വിശ്രമിക്കാനുള്ള സ്ഥലമോ അല്ലെങ്കിൽ അവർക്ക് പാർക്ക് ചെയ്ത് യാത്രക്കാരെ കൊണ്ടുപോകാനുള്ള സംവിധാനങ്ങളൊക്കെ വളരെ പരിമിതമാണ്. അപ്പോൾ ഇതിനൊക്കെ വേണ്ടിയുള്ള ഊർജിതമായ അല്ലെങ്കിൽ കാര്യക്ഷമമായ ഒരു ഇടപെടൽ നമുക്ക് അത്തിക്കൽ ആവശ്യമാണ്. എങ്കിൽ മാത്രമേ നമുക്കൊരു പുരോഗതിയോ അല്ലെങ്കിൽ അപകടങ്ങളൊക്കെ കുറച്ചുകൊണ്ട് ഒരു നിത്യജീവിതത്തിന് സുരക്ഷിതമായ ഒരു രീതിയിൽ പോകാനായിട്ട് സാധിക്കുകയുള്ളൂ എന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം അത്രയ്ക്കും കൺജസ്റ്റഡ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷനാണ് ഇവിടെയുള്ളത്. വാഹനങ്ങളുടെ അമിത വേഗത നിയന്ത്രിക്കാൻ മതിയായ സുരക്ഷാ ക്രമീകരണങ്ങൾ ഒന്നുമില്ലാത്തതും അപകടങ്ങൾ ഉണ്ടാകാൻ കാരണമാകുന്നു. ജംഗ്ഷനോട് ചേർന്ന് നിൽക്കുന്ന കലുങ്കും പോക്കറ്റ് റോഡും നിലവിൽ മരണക്കെണിയായി മാറിയിരിക്കുകയാണ്.